വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് എളുപ്പത്തിൽ കർണാടകയിലേക്ക് എത്താൻ കഴിയുന്ന വഴികളിലൊന്നാണ് ചേകാടി പാത. 8 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പാത കാഴ്ച കൊണ്ട് സമ്പന്നമാണ്. എന്നാൽ പാതയിലൂടെ യാത്ര ചെയ്യുന്ന കാര്യം വളരെ കഷ്ടം. തകർന്ന തരിപ്പണമായ പാതയിലുള്ള യാത്ര അത്യന്തം ദുരിതപൂർണ്ണം. കണ്ടോളൂ. പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടി വഴി ബാവലിയിലൂടെ കർണാടകയിലേക്ക് കടന്നുപോകുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. ദൈനംദിനം നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന വനപാത. ഇത് തകർന്ന് തരിപ്പണമായിട്ടും ഇതുവരെ നന്നാക്കാൻ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന പരാതി. ഭയങ്കര ദയനീയാവസ്ഥയാണ്. ഇതിലൂടെ നമുക്ക് വണ്ടി പോകുന്നതിനൊക്കെ വളരെ പ്രയാസമാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്. അതിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. ആൾക്കാർ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു സ്ഥലമാണ്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉള്ളത്. റോഡ് നന്നാക്കി കിട്ടിയാൽ നല്ലതായിരുന്നു. വണ്ടിയൊക്കെ എന്നും മെയിൻ്റനൻസ് ആണ് വണ്ടിക്ക്. പാളക്കൊല്ലി ചേകാടി വനപാത 8 കിലോമീറ്ററോളമാണ് ദൈർഘ്യം. ഇതിൽ 2.5 കിലോമീറ്ററാണ് പാടെ തകർന്നിരിക്കുന്നത്. നാളേറെയായിട്ടും നന്നാക്കാൻ മടി കാട്ടുകയാണ് അധികൃതർ. ഭയങ്കര മോശമാണ്. വണ്ടിയൊക്കെ പോകുമ്പോൾ രാത്രി പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക, പേടിച്ചിട്ടാണ് ഇതിലൊക്കെ പോകുന്നത്. എല്ലാ അങ്ങോട്ടുള്ള റോഡ് മൊത്തം നന്നാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള എങ്ങനെ പറഞ്ഞിട്ടും ഇതുവരെ നന്നായി കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. ഇപ്പം എല്ലാവരും പറയും 7 മണി കഴിഞ്ഞ് ഓടണ്ടാന്ന്. നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ ഓടിയാലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. റോഡ് നന്നാക്കുകയാണെങ്കിൽ നല്ലതാണ്. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വഴിയാണിത്. ആനയോ മറ്റോ മുന്നിൽ വന്ന് പെട്ടാൽ ഒന്ന് വേഗത്തിൽ പോവുക എന്നത് ഈ വഴിയിലൂടെ സാധ്യമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പോകുമ്പോൾ 5 ആന അത് ഈ കട്ടറക്കിടെ വരുമ്പോഴാണ് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 2 കിലോമീറ്റർ മാത്രമാക്കി ബാക്കിയിട്ട് അങ്ങനെ തിലക്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തിലക്കിലും കുഴപ്പമില്ല. വേഗിലും ഫ്രണ്ട് നടുക്ക് 2 കിലോമീറ്റർ പോയി കിടക്കും. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരികളുടെ അനാവസ്ഥ കൊണ്ട് മാത്രം സംഭവിക്കുന്ന സംഭവമാണ്. KSRTC ബസ്സും 2 സ്വകാര്യ ബസ്സുകളും ഈ തകർന്ന വഴിയിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. കബനിപ്പുഴയ്ക്ക് കുറുകെ ചേകാടി പാലം വന്നതോടെ കർണാടകയിലേക്കുള്ള എളുപ്പവഴിയാണിത്. റോഡ് നവീകരണത്തിന്റെ വിലങ്ങുതടി വനംവകുപ്പാണെന്നും ആരോപണമുണ്ട്. പാതയുടെ നവീകരണം പൂർത്തിയാക്കാൻ സർക്കാർ നടപടിയെടുക്കണം. ഈ പാത പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണം. വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾ ഒഴിവാക്കണം. ഈ മേഖലയിൽ നിന്നുവരുന്ന ആവശ്യങ്ങൾ ഈ വിധമാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഏറ്റവും കർണാടകയായിട്ട് ബന്ധപ്പെടുത്തുന്ന ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന റോഡാണിത്. വർഷങ്ങളായിട്ട് നിരന്തരം അധികാരികളോട് MLA അടക്കമുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി വനംവകുപ്പാണ് തടസ്സം എന്നാണ് അവർ തന്ന മറുപടി. അപ്പോൾ ഇതിൽ വന്ന നമുക്ക് കിട്ടുന്ന വാടകയേക്കാൾ കൂടുതൽ നമുക്ക് ഇന്ധനത്തിന് വേണ്ടി ചിലവഴിക്കണം. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ അല്ലാത്തൊരു ഗിയറിൽ ഈ വണ്ടി ഇതിൽ ഓടിക്കാൻ പോകാൻ കഴിയില്ല. ഈ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ 2-3 വട്ടം ആന ഓടിച്ചു. എന്തോ ഭാഗത്തിന് ഞങ്ങൾ അങ്ങനെ ഓടുന്ന കട്ടു മോശമല്ലേ. വരില്ല, രാത്രി വരില്ല, 5 മണി വരെ ഓടും, പിന്നെ വരില്ല സ്റ്റാൻഡിൽ നിന്ന്. ആ കോളനിക്കാരായ കാരണം ഞങ്ങൾ വരുന്നത്. ഇത് നിരന്തരം ഉപയോഗിക്കുന്ന കുറേ ബസ്സും കുറേ വാഹനങ്ങൾ ഓടുന്ന മൈസൂരിലേക്ക് ഷോർട്ടായിട്ട് പുൽപ്പള്ളി ബത്തേരി മൈസൂർ പോകുന്ന വഴിയാണ്. പക്ഷേ ഇത് കുറേ കാലമായി ഇങ്ങനെ തന്നെ പൊട്ടിപ്പോയി നടക്കുന്നത്. അധികൃതർ ഒന്നും ഇത് ശ്രദ്ധിക്കാറില്ല ഇങ്ങോട്ട്. ഇതേപോലെ ഒരു ദിവസം പോകുമ്പം ആന വഴിയിലുണ്ടായിരുന്നു. എന്തോ ഭയം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. 2 മാസം മുമ്പ് ഒരു കാറ് ഇങ്ങനെ ആന തട്ടിയിട്ട് 2 ആൾക്ക് പരിക്ക് പറ്റിയായിരുന്നു. ബൈക്കാരൊക്കെ ഉണ്ട് വീഴുന്നത്. ഒരു മഴയുടെ പേരിൻ്റെ വെള്ളം കെട്ടി നിന്ന കുഴി പോലും നമ്മൾ അറിയും. ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത്. ഒന്നാമത് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ആദിവാസി ഏറിയ